താരകാസുരന്റെ നിഗ്രഹത്തിനായി ദേവന്മാർ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പാർവതി പരിണയം നടക്കുന്നു. ശിവപാർവതീ സംയോഗത്തിൽ പുറത്തുവന്ന രേതസ് ഭൂമിയാകെ നിറഞ്ഞു. ഭൂമിദേവിക്ക് അത് താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ ദേവകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അഗ്നി ആ രേതസ് ഭക്ഷിച്ചു. പക്ഷേ രേതസിന്റെ ശക്തിയാൽ അഗ്നിയുടെ തേജസ് കുറഞ്ഞു. ഒടുവിൽ ശിവരേതസിനെ അഗ്നി ഗംഗയുടെ ഉത്ഭവസ്ഥാനത്തുള്ള ശരവണ പൊയ്കയിൽ ഞെറുങ്ങണ പുല്ലുള്ള വനം നിക്ഷേപിച്ചു. ആ ശിവബീജമാണ് കുഞ്ഞിന്റെ രൂപം പ്രാപിച്ച് സുബ്രഹ്മണ്യനായത്. ശരവണഭവൻ എന്നു പേരുണ്ടായത് അങ്ങനെയാണ്. കൃത്തികകൾ എന്ന പേരുണ്ടായിരുന്ന 6 ദേവിമാർ സുബ്രഹ്മണ്യനെ കണ്ടെത്തി വളർത്തി. അങ്ങനെ കാർത്തികേയനായി. കുഞ്ഞിന് മുല നൽകാനെത്തിയ ഈ അമ്മാരെ പ്രസാദിപ്പിക്കാൻ കുഞ്ഞ് 6 മുഖങ്ങൾ സ്വയം സൃഷ്ടിച്ചു. അങ്ങനെ അറുമുഖന് അഥവാ ഷൺമുഖനായി. 6 മുഖങ്ങൾ യോഗശാസ്ത്രത്തിലെ ഷഡാധാരങ്ങളുടെ പ്രതീകമാണ്. പരാശക്തിയായ ശ്രീപാർവതി 6 തലകൾക്ക് മുലപ്പാൽ നൽകുന്നതോടെ കുഞ്ഞ് ഏകശിരസ്കന്ധനായി മാറി.